മഹത്തായ വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ നേതാവ്, ധീരനായ പോരാളി ആർഷോ കൊയിലാണ്ടി സംഭവത്തിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രിൻസിപ്പലിനെതിരെ ഉപയോഗിച്ച ഭാഷ അത്ര ശരിയല്ല. അപ്പോൾ ആ കാര്യത്തിൽ എന്തോ ഒരു തിരുത്തു വരാനായിട്ട് ഉദ്ദേശിക്കുന്നു ഭാഷാ പ്രയോഗത്തിൽ. പക്ഷേ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് മൈത്രി ബുക്സ് എന്ന് പറഞ്ഞൊരു സ്ഥാപനം രണ്ടുപേര് ഇറക്കിയ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. എന്തോ അത് പുസ്തകത്തിൻ്റെ പേര് തന്നെ വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല. പക്ഷെ പറയുന്നത് മറ്റേ പിണറായി വിജയൻ്റെ ഭാഷ പ്രയോഗങ്ങൾ മഹത്താണ്, അതിന് നാടൻ ശൈലിയുടെ വേരുകളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സാമാന്യ അതിന് ചിലപ്പോൾ പാഠപുസ്തകമൊക്കെ ആയി വരേണ്ടതാണ്. അങ്ങനെ വരാൻ ഒക്കെ സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഭാഗ്യമുണ്ട്. അല്ല, അതിൽ ചിന്താ ജെറോമിന് ഒരു PhD കൂടി അതിനെടുക്കാവുന്നതാണ്. ഇത് ആ ഭാഷാ പ്രയോഗത്തെക്കുറിച്ച് ഇത് ഓരോ സന്ദർഭം അതിലുപയോഗിച്ച വാക്കുകൾ ഇങ്ങനെ വല്ലാത്തൊരു പുസ്തകം. അതിൽ ആർഷോയ്ക്കും സംഭാവനയൊക്കെ ഇനിയുള്ള കാലത്ത് അർപ്പിക്കാവുന്നതാണല്ലോ ഇത്തരം പ്രശ്നങ്ങളിൽ. പക്ഷേ മഹത്തായ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തെ തകർക്കാൻ അങ്ങേപ്പോലുള്ള ആളുകളൊന്നും വിചാരിച്ചാൽ ഉള്ള കാര്യമൊന്നുമല്ല എന്ന് ആർഷോ പ്രഖ്യാപിച്ചിട്ടുണ്ട്. SFI നന്നായി തുടങ്ങിയോ? SFI ഒരിക്കലും നന്നാകാൻ ചാൻസ് ഇല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ SFIയുടെ ഇപ്പോഴത്തെ അതിൻ്റെ ജനറൽ സെക്രട്ടറി നേതാവ് ആർഷോം, ഈ ആർഷോം എന്ന് പറയുന്ന കക്ഷി തന്നെ 26 ക്രിമിനൽ കേസിലെ പ്രതിയാണ്. അതേതെങ്കിലും ഒരു ജനകീയ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ സമരം നടത്തിയിട്ട് വന്നതല്ല. ക്രിമിനൽ നടപടിക്രമങ്ങളിൽ ഇടപെട്ടതിന്, ആക്ഷൻ നടത്തിയതിൻ്റെ പേരിൽ, ക്രൈം ചെയ്തതിൻ്റെ പേരിൽ അക്യൂസ്ഡാണ്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ വിചാരണയും ബാക്കി കാര്യങ്ങളും ഒക്കെ നീട്ടിക്കൊണ്ടുപോകുന്നതും. പ്രോസിക്യൂഷൻ്റെ അകമഴിഞ്ഞ സഹായം കൊണ്ടാണ് അദ്ദേഹം ജയിലിൽ പോകാതെ നിലനിൽക്കുന്നതും. അതൊക്കെ അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടക്കിയിരുന്നു. പിന്നെ അദ്ദേഹത്തിന് വേറൊരു മഹത്തായ ഒരു കഴിവ് കൂടിയില്ലേ. പരീക്ഷ എഴുതാതെ തന്നെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാൻ സൗഭാഗ്യം സിദ്ധിച്ച ഒരാളാണ് അദ്ദേഹം. പിന്നെ ആ പ്രസ്ഥാനത്തിൻ്റെ മഹത്തായ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാവുന്നൊരു കാര്യം, സമീപകാലത്തായിട്ട് SFIയിലൂടെ വന്ന നേതാക്കളുടെ എല്ലാം ഭാര്യമാർക്ക് വിവിധ സ്ഥലങ്ങളിൽ വഴിവിട്ട നിയമനം ഉറപ്പുവരുത്തി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പോൾ അതിനൊരു ധാർമ്മികമായ ഒരടിത്തറയും ഇല്ലാത്ത പ്രസ്ഥാനം. പിന്നെ എന്താണ്, വിപ്ലവം എന്ന വായാടിത്വം പറയുന്നു എന്ന് മാത്രമല്ല, വിപ്ലവ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ കോളേജിലെ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിക്കുക, പ്രിൻസിപ്പലിന് ശവക്കുഴി ഒരുക്കുക, പിന്നെ പ്രിൻസിപ്പലിൽ ആയിട്ട് വരുന്നവൻ എന്ത് ചെയ്യണമെന്ന് ഇവർ പോയിട്ട് നിർദ്ദേശിക്കുക, ആ നിർദ്ദേശങ്ങളൊക്കെ അനുസരിക്കുക. ഇവരുടെ ഈ മഹത്തായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് മഹാരാജാസ് കോളേജ് പോലുള്ളൊരു കോളേജിൽ ഒരാൾ പ്രിൻസിപ്പലാകാൻ തയ്യാറാകുന്നില്ല. കാരണം അത്ര ഭയാനകമായ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ഇവരിതെല്ലാം ചെയ്യുന്നത് കോളേജിലെ അധ്യാപക സംഘടനയുടെ AKPCTA, AKGCT തുടങ്ങിയ അധ്യാപക സംഘടനകളുടെ പിൻബലത്തോടു കൂടിയാണ് ഇവരിത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സ്വഭാവത്തിൽ നിന്ന് അവർ മാറുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. രണ്ടാമത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാമ്പത്തിക കൈകാര്യം ചെയ്യുന്നതിൽ ഇവർക്ക് സുതാര്യതയില്ല. ഇത്രയും കാലമായി ഇവർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ അക്കൗണ്ട്സ് നേരെ ചൊവ്വേ ഓഡിറ്റിങ് പോലും നടക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതൊന്നും ആരെയും അറിയാതെ ഒരു വെച്ചുകൊണ്ടിരിക്കും. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ലളിത ജീവിതം നയിക്കുന്നവരല്ലേ. അതെല്ലാം ലളിത ജീവിതമാണ്. അത് നമ്മളങ്ങോട്ട് വിശ്വസിച്ചാൽ മതിയല്ലോ, വളരെ ലളിത ജീവിതമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ അസഭ്യം പറയുക, പുലഭ്യം പറയുക, പിന്നെ ASFിൽപ്പെട്ട ആളുകളെ തല്ലുക, പെൺകുട്ടിയെ തല്ലുക, സർവകലാശാല അതൊക്കെ ചെറിയ കാര്യങ്ങളാണ്, അതൊന്നും വലിയ കാര്യങ്ങളല്ല. ഇപ്പോൾ സരസ്വതി ടീച്ചറിൻ്റെ കാര്യം തന്നെ എടുക്കാവുന്നതാണ്. അവരവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അവർക്ക് ചിത ഒരുക്കി കൊടുക്കുകയാണ്. ഇതാണ് ഇവർ നടത്തുന്ന സാംസ്കാരിക പ്രവർത്തനം. ഇവർക്ക് വേണ്ടി ഒത്താശ ചെയ്യാനായിട്ട് നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള മഹത്തായിട്ടുള്ള സേവനം നടത്തുന്നവരെല്ലാം അഹമഹമിഹയായി ഇറങ്ങി നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു മാഫിയ സംഘമായി അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത.
അതൊരു മാഫിയ സംഘമായി മാറി എന്നുള്ളത് എന്നെപ്പോലുള്ള ഒരു പിന്തിരിപ്പനായ ഒരു മനുഷ്യൻ്റെ അഭിപ്രായം മാത്രമല്ല, വളരെയേറെ മുൻതിരിപ്പനായ CPIയുടെ നേതാവായ ബിനോയ് വിശ്വവും അതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. സുരേഷ് കുറുപ്പിനും ഏതാണ്ട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെന്ന്. അല്ല, മിക്കവാറും പേർക്ക് അങ്ങനെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും തന്നെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. പക്ഷേ ഇന്ന് ഇപ്പോൾ ബാലൻ വലിയ സൈദ്ധാന്തികനാണ്. AK ബാലൻ വലിയ സൈദ്ധാന്തികനാണ്. ആ സൈദ്ധാന്തികനായ ബാലൻ പറയുന്നത് SFI എന്ന് പറഞ്ഞാൽ വഴിയിൽ വെച്ചിരിക്കുന്ന ചെണ്ടയല്ല, വരുന്നവർക്കും പോകുന്നവർക്കും കയറി കൊട്ടിപ്പോകാനായിട്ട്. അത് പിന്നെ നമ്മളോടല്ല മറുപടി, അത് ബിനോയ് വിശ്വത്തിനും CPIക്കും കൊടുത്തിരിക്കുന്ന മറുപടിയാണ്. കാരണം ബിനോയ് വിശ്വവും CPIയും ഇവരുടെ കുടികിടപ്പുകാരാണ്. കുടികിടപ്പുകാരൻ ജന്മിക്കെതിരെ നീങ്ങുന്ന സമയത്ത് ജന്മി വടിയെടുത്തിട്ട് കുടികിടപ്പുകാരന് 2 എണ്ണം കൊടുക്കും എന്നുള്ളത് എവിടത്തെയും ന്യായമാണ്. ആ ന്യായം അനുസരിച്ചിട്ടാണ് പുള്ളി കൊടുത്തിരിക്കുന്ന താക്കീതാണ്. ഇത് ചെണ്ടയല്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ നാളെ അത് ബിനോയ് വിശ്വം ഇത് ചെണ്ടയല്ല, അങ്ങനെ ഞങ്ങൾ കൊട്ടില്ല, ഞങ്ങൾ സതുദ്ദേശത്തോടു കൂടി വിപ്ലവ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം അവർ വിപ്ലവം നടത്താൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരാണല്ലോ. അല്ല, CPM അത് മുഴുവൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിയെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ത് കൊട്ടി ശരിയാക്കാനായിട്ട്. കാരണം ശങ്കരൻകുട്ടി പറഞ്ഞില്ലേ, സുരേഷ് ഗോപി തോറ്റു കഴിഞ്ഞാൽ ഞാൻ എന്തോ തായമ്പക നടത്തുന്നു പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരുവൻ്റെ കലാവിദ്യ, ഒന്നീ തായമ്പക എന്ന് പറയുന്ന കലാവിദ്യ, ഇവർ പറയുന്നതിലൊരു സെക്കുലർ ആർട്ട് ഫോം ഒന്നുമല്ലല്ലോ. ഇറ്റ് ഈസ് എ റിച്വൽ റിലേറ്റഡ് ആർട്ട് ഫോം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. പാർട്ടി യോഗങ്ങളിൽ എവിടെയെങ്കിലും തായമ്പക നടത്തുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ തായമ്പക നടത്തുന്നത് മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് ആകെ റോളുള്ളത് അമ്പലങ്ങളിലെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മട്ടന്നൂർ ശങ്കരൻകുട്ടിക്ക് റോളുള്ളൂ, അല്ലെങ്കിൽ ഇല്ല. പാർട്ടി അവിടെ പോയിട്ട് തായമ്പക, ഒന്നാമത് ഒരു പാർട്ടി സമ്മേളനത്തിൽ പോയിട്ട് ഇത്രയും ദീർഘനേരം നീണ്ടു നിൽക്കുന്നൊരു തായമ്പക കൊട്ടാൻ ആരും സമ്മതിക്കില്ല. കാരണം അവിടെ ഒരുപാട് പേർക്ക് പ്രസംഗിക്കാറുണ്ട്. ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടും പ്രസംഗിപ്പിക്കാൻ വേണ്ടിയും വന്നിരിക്കുന്നവരുടെ മുമ്പിൽ കൊട്ടിക്കേറിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് രക്ഷയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കലയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതെനിക്ക് വലിയ സങ്കടം തോന്നിയ കാര്യമാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ പറയാൻ പാടില്ല. ഒരു ആർട്ടിസ്റ്റ്, കാരണം അയാളുടെ കലയുടെ അടിസ്ഥാന സ്വഭാവം ഏതാണ്? ആ അടിസ്ഥാന സ്വഭാവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ശങ്കരൻകുട്ടി അങ്ങനെ പറഞ്ഞത്. ശങ്കരൻകുട്ടി അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ അയാൾ എന്നുള്ളത് തെറ്റായ പ്രയോഗമല്ല, ആ ആൾ എന്നുള്ളതിൻ്റെയാണ്, ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. ആ ദാറ്റ് പേഴ്സൺ എന്ന് പറയുന്നതിൻ്റെ, ഇംഗ്ലീഷിൽ പറയുന്നതിൻ്റെ മലയാളമാണ്. അതിവിടെ എന്തോ മലയാളത്തിൽ അത് പറയാൻ എന്നെ അയാളെന്ന് വിളിച്ചു, ആ ആൾ എന്നുള്ളതിൻ്റെയാണ് അയാളായിട്ട് വരുന്നത്. പക്ഷേ ഈ ജുഗൽബന്ദിക്കൊക്കെ അറിയപ്പെടുന്ന ആളാണ് ശങ്കരൻകുട്ടി. വേറെ വാദ്യങ്ങളുടെ കൂടെ പുള്ളി കൊട്ടും. അതുപോലെ ഒരാൾ ചിത്രം വരയ്ക്കുകയാണെങ്കിലേ, ഇപ്പം നമ്പൂതിരി മറ്റും ഇങ്ങനെ ചിത്രം വരയ്ക്കുമല്ലോ, ആ ചിത്രം വരയ്ക്കുന്നതിൻ്റെ കൂടെ കൊട്ടും. ശിവമണിയുടെ കൂടെ ശിവമണിയുടെ കൂടെ പെർക്കഷൻ ഇൻസ്ട്രുമെൻസിൻ്റെ ജുഗൽബന്ദി അവതരിപ്പിക്കാം, അതല്ല തായമ്പക അവതരിപ്പിക്കില്ലല്ലോ. അല്ലേ, SFIയുടെ കൂടെയും പുള്ളിക്ക് കൊട്ടാൻ പറ്റും. മറ്റേ CPMൻ്റെ കൂടെയും ജുഗൽബന്ദി ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ ജുഗൽബന്ദിക്ക് പുള്ളിക്ക് കൊട്ടിക്കയറാവുന്നതാണ്. അത് പുള്ളി കൊട്ടിക്കയറട്ടെ. പക്ഷേ ഒരു കലാവിദ്യയെ രാഷ്ട്രീയത്തിൽ മറുവിലയായി കൊടുക്കാൻ തീരുമാനിക്കുന്നത് എത്രയ്ക്ക് അഭികാമ്യമായ കാര്യമാണെന്ന് മട്ടന്നൂർ ശങ്കരൻകുട്ടി ആലോചിച്ചാൽ അദ്ദേഹത്തിന് നല്ലതാണ്, തായമ്പകയ്ക്കും നല്ലതാണ്. നാളെ ഈ അമ്പലങ്ങളിൽ ഇദ്ദേഹം വേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാലേ അദ്ദേഹത്തിന് കൊട്ടാൻ സ്ഥലമുണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം മറന്നു പോകരുത്. കാരണം ഇതൊരു ടെമ്പിൾ ആർട്ട് ഫോമാണല്ലോ, അല്ലാതെ ഇത് ഒരു സ്വതന്ത്രമായിട്ട് നിൽക്കുന്നൊരു കലാവിദ്യയും കലാരൂപമൊന്നുമല്ല. ദേവസ്വം ബോർഡുകളൊക്കെ CPM ഭരിക്കുവോളം വലിയ പ്രശ്നം ഉണ്ടാകും. അല്ല, ദേവസ്വം ആളുകൾ എതിർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? CPMൻ്റെ ശങ്കരൻകുട്ടിയുടെ ഈ കൊട്ടുകൂടെ വേണ്ടാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? പറയില്ല, അത് വേറെ പ്രശ്നം. പറഞ്ഞാൽ എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ അടുത്ത തവണയൊക്കെ സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിൽക്കുകയാണെങ്കിലേ പുള്ളി വന്ന് കൊട്ടി കൊടുക്കും. അല്ല, എതിർ സ്ഥാനാർത്ഥിയായിട്ട് മട്ടന്നൂരിനെ നിർത്താവുന്നതാണ്. മട്ടന്നൂരിനെ CPIക്ക് നിർത്താവുന്ന. അപ്പോൾ ജനം കൊട്ടിക്കോളും. അപ്പോൾ അതുകൊണ്ട് പിന്നെ SFI ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവ പ്രവർത്തനം എന്താണ്? ഇവരെന്താണ്? സ്വാതന്ത്ര്യം, സാഹോദര്യം, സമത്വം, അല്ല ജനാധിപത്യം, മൂന്നെണ്ണമല്ലേ പറയാം. അതെ. ഇവരുടെ ഒന്നാമത്തെ മുദ്രാവാക്യം തന്നെ, ഇവർക്ക് SFI കേരളത്തിൽ നിലനിൽക്കുന്നത് ഒറ്റ കാര്യം കൊണ്ടാണ്. എന്ന് ഓൾ പ്രൊമോഷൻ സമ്പ്രദായം കേരളത്തിൽ ഇല്ലാതെയാകുന്നുവോ ആ ദിവസം മുതൽ SFIയും ഇല്ലാതെയാകും.
ഇപ്പോഴും ഓൾ പ്രൊമോഷൻ സമ്പ്രദായത്തിൻ്റെ ഔദാര്യത്തിൽ നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് SFI. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിയെ സ്കൂളിലേക്ക് വിട്ട് കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ അവൻ തോക്കുന്ന പ്രശ്നമില്ല. 10ാം ക്ലാസ്സിലും തോക്കില്ല. അത് കഴിഞ്ഞാൽ 11ഉം 12ലും തോക്കുന്നില്ല. കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും തോക്കുന്നില്ല. അങ്ങനെ ഒരിടത്തും തോക്കാതെ വിദ്യാർത്ഥി, പഠിക്കാത്ത വിദ്യാർത്ഥിയും പഠിക്കുന്ന വിദ്യാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം എന്നേക്കുമായി ഇല്ലാതാക്കി ഈ വിദ്യാർത്ഥികളെ മുഴുവനും പഠനത്തിൽ നിന്നും മാറ്റി സമരത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് SFI. ഈ തെരഞ്ഞെടുപ്പ് അവലോകനത്തിലുമൊക്കെ ഈ SFI ഈ പല വൃത്തികേടുകളിലും കാണിച്ചു കൂട്ടിയത്, പ്രത്യേകിച്ച് സിദ്ധാർത്ഥനെ കൊന്നത്, അതൊക്കെ ഈ തോൽവിക്ക് കാരണമാണെന്ന അവലോകനത്തിലൊക്കെ ഉണ്ട്. കേന്ദ്ര കമ്മിറ്റിയുടെ ആ അവലോകനത്തിലൊക്കെ അതൊക്കെ പറയുന്നുണ്ട്. കേന്ദ്ര കമ്മിറ്റി അവലോകനത്തിൽ അതൊക്കെ പറയുന്നതായിട്ട് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. അതെ, അപ്പോൾ അതുകൊണ്ട് മോനെ പോയി തിരുത്തെന്ന് പറഞ്ഞിട്ട് ആർഷോ ചെയ്തതായിരിക്കുമോ? അതുമായിരിക്കാം. പാർട്ടിയിൽ നിന്ന് ഗോവിന്ദൻ പറഞ്ഞു കാണും, നീ പോയി ഒന്ന് തിരുത്തിയേക്ക്, ഇനിയിപ്പോൾ ആ ഒരു വിഷമം വേണ്ട എന്ന്. തിരുത്തല്ല, ഒന്ന് പോയി തിരുത്തിയേക്ക്, ഇനിയിപ്പോൾ അതും കൂടി അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു പ്രശ്നം കഴിഞ്ഞല്ലോ, നമ്മൾ തിരുത്തി എന്ന് പറയാമല്ലോ എന്നുള്ളതിൻ്റെ പേരിലാണ് അവരൊരു കാരണവശാലും അവരുടെ അടിസ്ഥാന സ്വഭാവത്തിൽ തിരുത്തില്ല. അവർ വിദ്യാഭ്യാസത്തെ കുളിപ്പിച്ച് കൊട്ടി ഇല്ലാതെയാക്കിയ രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗവും താഴ്ന്ന നിലയിലുള്ള വിദ്യാഭ്യാസ രംഗവും പഠിക്കുന്നവനും പഠിക്കാത്തവനും തമ്മിലുള്ള അന്തരമില്ലാതെയാക്കി പഠിക്കുന്നതിന് പകരം സമരം ചെയ്താൽ മതി എന്നൊരു സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ മുഴുവനും സമരത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി നിലനിൽക്കുന്ന ഒരു രാജ്യവിരുദ്ധ ശക്തിയായിട്ടാണ് SFI ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. ഒരു ആർപ്പുവിളി മലയാളത്തിലില്ലേ, ആർഷോ റോ റോ റോ? അത് ആർപ്പോയാണ്. അങ്ങനെയല്ലേ? ആർപ്പോയല്ല, അത് ആർപ്പോയാണ്. അല്ല, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ തെറ്റിദ്ധരുത്തി എന്ന് പറഞ്ഞാൽ നന്നാകാൻ പോകുന്നില്ല. ആത്മവിമർശനം നടത്തി എന്ന് പറഞ്ഞാൽ നന്നാകാൻ പോകുന്നില്ല. കാരണം അങ്ങനെ പാർട്ടിയിൽ ആത്മവിമർശനം നടത്തി എല്ലാവരും സ്വയം വിമർശനം നടത്തിയതിന് ശേഷം മറ്റുള്ളവരും കൂടി വിമർശിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ത്രീ പീഡന കേസുകളൊക്കെ കുറയേണ്ടതല്ലേ? ഇത് കുറയുന്നില്ല, കൂടുകയല്ലേ ചെയ്യുന്നത്. പാർട്ടി ഓരോ നേതാക്കളും മത്സരിച്ച് സ്ത്രീ പീഡനത്തിൽ ഏർപ്പെടുന്ന ഒരു സമ്പ്രദായം ഇല്ലേ? അപ്പോൾ ഇത് അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത്, ഒരു വിജയരാഘവൻ ഇത് പൂതലിച്ച പാർട്ടിയായി എന്ന് പറഞ്ഞില്ലേ, പൂതലിച്ച പാർട്ടിക്ക് പറ്റിയ നേതാവാണ് ആർഷോ. അതും പൂതലിച്ച് കഴിച്ചിരിക്കുന്നു.